ആത്മാവിൻ്റെ ലഹരി ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ലഹരിയും വേണ്ടല്ലോ. എങ്ങനെയോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു സന്ദേശം ഇപ്പം നൽകുന്നുണ്ട്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇച്ചിരി മദ്യപിച്ചോളാൻ, അതിനുള്ളിൽ മദ്യപിക്കരുതെന്നേ ഉള്ളെന്നാണ്. കാഷ്വലായിട്ട് വേണമെങ്കിൽ ആകാമെന്നൊക്കെയാണ്. അപ്പം ഞാൻ അതിന് നൽകുന്ന ഒരു എക്സ്പ്ലനേഷൻ അതേതാണെങ്കിലും ഒരു ശരീരത്തിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാധനവും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനൊരു നേച്ചറുണ്ട്. ശരീരത്തിന് ദൈവം കൽപ്പിച്ച് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റുണ്ട്. അതിനെ ഡൈവേർട്ട് ചെയ്യുന്ന, പെർവേർട്ട് ചെയ്യുന്ന ഒരു കാര്യവും, അത് കുടിക്കുന്നതായാലും കാണുന്നതായാലും മറ്റെന്തായാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കതിന് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ മദ്യം ഞാൻ കുട്ടികളുടെ മീറ്റിങ്ങിൽ ധാരാളം പറഞ്ഞിട്ടുള്ള, അമേരിക്കയിൽ ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയും, എൻ്റെ റിയൽ അമേരിക്കൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെന്നാൽ സാധാരണ നിലയിൽ അവരുടെ കൾച്ചർ അനുസരിച്ച് ആൽക്കഹോളാണ് അവർ തരുന്നത്. ചിയേഴ്സ് പറയണം. ഒരു തുള്ളി കുടിച്ചിട്ടില്ല ഞാൻ, ഒരു തുള്ളി കുടിച്ചിട്ടില്ല, വൈൻ പോലും കുടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചിയേഴ്സ് പറയും. ഞാൻ അവരുടെ നിന്നൊരു കോക്കോ പെപ്സിയോ വാങ്ങിച്ച് ഗ്ലാസ്സിലൊഴിച്ച് അവരുടെ സംസ്കാരത്തെ ആദരിക്കത്തക്കവണ്ണം ഞാൻ ചിയേഴ്സ് പറയും. ഇവിടെ എല്ലാവരും പറയുന്നത് കൂട്ടുകാർ കൂടുമ്പോൾ ഇതിനകത്തായി പോകുമെന്നാണ്. കുട്ടികളൊക്കെ എന്നോട് പറയുന്നത് പിയർ പ്രഷർ ഉണ്ടെന്നാണ്. എന്ത് പ്രഷർ? ഒരാൾ നിശ്ചയിച്ച പിന്നെ എന്ത് പ്രഷർ? ആർക്കും പ്രഷറൈസ് ചെയ്യാനായിട്ടൊക്കത്തില്ല. പക്ഷെ ആ നിശ്ചയം ഉണ്ടാകണം. പിന്നെ പള്ളിയിൽ ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് ലൈവ് വന്നു. ഈ തലമുറ, എൻ്റെ കൺസേൺ അതാണ്. ഈ തലമുറയിൽ കുടിച്ചു പഠിക്കുന്ന 2 സ്ഥലങ്ങൾ വീടും പള്ളിയുമാണ്. കുടി ആരംഭിക്കുന്ന 2 സ്ഥലങ്ങൾ വീടും പള്ളിയാണ്. വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കുടിച്ചു പഠിക്കുന്നു. പള്ളിയിൽ കരോളിറങ്ങുമ്പോഴും പെരുന്നാളിന് വരുമ്പോഴും എല്ലാവരും ഒന്നും അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് പേര്. പക്ഷേ അപ്പോൾ ഞാനിരുന്ന ഒരു പള്ളിയിൽ കരോളിനിറങ്ങുമ്പം കരോളിനിറങ്ങുന്നവരെല്ലാം മദ്യപിച്ചിട്ടിറങ്ങും. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, ഞാൻ കരോളിന് വരില്ല. നിങ്ങൾ മദ്യപിച്ചിട്ടാണ് സുവാർത്ത പറയാൻ വരുന്നതെങ്കിൽ ഞാൻ വരില്ല. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഒത്തിരി തണുപ്പൊക്കെ ഉള്ള രാജ്യത്ത്. ഞാൻ പറഞ്ഞു, ഞാനും തണുപ്പത്തില്ല, എന്നാൽ എനിക്ക് കൊടുത്താ. അപ്പോൾ ഇത് നമ്മളങ്ങ് വിചാരിക്കുന്നത് വളരെ ഈസി ആയിട്ട്. അപ്പോൾ അത് ആ കരോളിന് ഇറങ്ങി വരുന്ന അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് നൽകുന്ന പാഠം എന്നാ? കരോളിന് ഇറങ്ങുമ്പോൾ ഒക്കെ ആകാം, പെരുന്നാളിന് വരുമ്പോഴും ആകാം, വീട് കൂതാശ കഴിഞ്ഞ് അച്ഛനെ പറഞ്ഞു വിട്ടിട്ടും ആകാം. അച്ഛന് പ്രത്യേക ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ട് അച്ഛൻ പോവില്ലയോ? കാരണം എന്താ? അച്ഛൻ പോയി അത്രയിലും ഒരു ഭക്തിയും ബഹുമാനം ഉള്ളത് നല്ലതാണ്. അവൻ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഏത് ഫങ്ഷനും മദ്യമാകാം എന്നല്ലേ? മക്കളുടെ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രിയിൽ വീട്ടിൽ വലിയ പരിപാടിയൊക്കെ നടത്തി കള്ളും കുടിച്ചിട്ട് ഈ പയ്യൻ്റെയും പെൺകുട്ടിയെയും കൈ പിടിച്ച് മധുവയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ ഇതങ്ങ് നിൽക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റാറ്റസിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നിറയ്ക്കുന്നത്. അച്ഛൻ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികളിലേക്ക് കൺവേ ചെയ്യുന്ന ഇതൊരു അല്പമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപക്ഷെ ഇത് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ആ നിയന്ത്രണം ഉണ്ടാകാം. ഇനി ഉപയോഗിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിയന്ത്രണം ഉണ്ടാകാം. പക്ഷേ ഇത് കണ്ട് വളരുന്ന ചില ആളുകൾക്ക് കുടിച്ചാൽ പിന്നെ നിർത്താൻ അറിയത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവരെ നമ്മൾ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യല്ലേ. അതുപോലെ തന്നെയാണ് കാഴ്ച. മൊബൈലിൽ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളത് ഗൂഗിൾ അമ്മച്ചിക്ക് അറിയാം.
കാരണം നിങ്ങൾ എന്ത് കണ്ടാലും 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പരസ്യങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ട് തുടങ്ങും. എന്ന് പറഞ്ഞാൽ അത് ആരറിയുന്ന മയക്കുമരുന്ന്. ഈ ജില്ലയിലൊക്കെ മയക്കുമരുന്നിൻ്റെ ഭയങ്കര ഉപയോഗങ്ങളാണ്. മാതാപിതാക്കൾക്ക് അറിയത്തില്ലെങ്കിൽ അവരെ സംശയിക്കാൻ വേണ്ടി ഒന്നുമല്ല പറയുന്നത്, കൺക്ലൂഡ് ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികളുടെ നമ്മൾ പണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്ന സ്മൈലി ഇല്ലേ, ആ സാധനം ഒരെണ്ണം നാക്കേ വെച്ചാൽ മതി, 2 ദിവസം കിക്കടിച്ച് നടന്നോളും. ഒരു സ്മെല്ലുമില്ല, ഒരു കാര്യം അറിയില്ല. പക്ഷെ കുട്ടികളോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഹായ് ബൈ പറഞ്ഞ് മുറി കയറി കഥ കടച്ചാൽ പിന്നെ ഒരു പരിപാടിയൊന്നും അറിയില്ല. അപ്പോൾ ഒരു ആത്മാവിൻ്റെ ലഹരി ഉണ്ടാകട്ടെ, അതുമാത്രമാണ് ലഹരിക്കുള്ള സൊല്യൂഷൻ എന്ന് ഞാൻ പറയും. മക്കളോട് ഞാൻ പറയും, കുഞ്ഞുങ്ങളെ യുവതി യുവാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്, പറയും പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ വെറുതെ പറയുന്ന പിയർ പ്രഷറാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അച്ഛൻ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, എനിക്ക് ഒത്തിരി പ്രത്യാശ. ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും അവർക്ക് ജീവിതത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകാതെ അവർ സൂക്ഷിച്ചോളൂ. കുമ്പസാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ അടിവരയിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ ഇപ്പോഴും ഞാൻ വല്ലപ്പോഴും അതുകൊണ്ട് MGOCSM കുമ്പസാരത്തിനിരിക്കും. എന്ത് ഭംഗിയായിട്ടാണ് കുമ്പസാരിക്കുന്നത്. ഇങ്ങനെ പേപ്പറിൽ എഴുതിക്കൊണ്ട് വരുവേ, അത് മുമ്പിൽ വെച്ച് മുട്ടുകുത്തി നമ്മുടെ മുമ്പാകെ നിന്ന് കുമ്പസാരിപ്പിക്കുമ്പം കണ്ണുനീര് വീണി മഷി പടരുന്നത് നമ്മൾ കാണുക, നമ്മളവിടെ ഇരുന്ന് കരയുക. എന്ത് മനോഹരമായ കുമ്പസാരങ്ങളുടെ അവസരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ MGOCSM കോൺഫറൻസുകളിലൊക്കെ അല്പസമയം കുമ്പസാരിപ്പിക്കാനിരിക്കും. കാരണം എനിക്ക് തന്നെ അനുതാപം ഉണ്ടാകും. വളരെ അവിടെയാണ് മുമ്പേ പറഞ്ഞ പോലെ അച്ഛൻ്റെ നട്ടല് പറയും കഷ്ടാനുവാഴ്ചയിൽ. നിർത്തുകയാണ്. ലഹരിയുടെ ഉപഭോഗം ഇല്ലാതിരിക്കട്ടെ. ഒരു ലഹരിയും ഞാൻ വീണ്ടും പറയുന്നു, അത് നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തി നൽകില്ല. തൃപ്തി നൽകുന്ന ഒരു ലഹരിയേ ഉള്ളൂ, അത് ആത്മാവിൻ്റെ ലഹരിയാണ്. ആ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലഹരിയുടെയും പിന്നാലെ പോവുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഇന്ന് നമ്മുടെ സഭയിലെ വിവാഹ കൂദാശ ആയിക്കോട്ടെ, മാമോദീസ ആയിക്കോട്ടെ, അതിന് പഴയതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ വൈദികരുടെ വിവാഹമാണെങ്കിൽ പോലും നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും, റീലായിട്ടും അല്ലെങ്കിൽ പോസ്റ്റായിട്ടും ഒക്കെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റ്, പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, അത് കഴിയുമ്പോൾ മറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, പിന്നെ മാമോദീസയ്ക്ക് പ്രത്യേകം വേറെ ഫോട്ടോഷൂട്ട്. അതുമല്ലാതെ നമുക്ക് ഈവൻ പള്ളിക്കകത്ത് പോലും ഇപ്പോൾ റീൽസായിട്ടൊക്കെ ഫോട്ടോഷൂട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് സാധാരണപ്പെട്ട ന്യൂ ജനറേഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരും ഒരു 90s കിഡ്സ് അല്ലെങ്കിൽ ഒരു 80s വൈദികരോ ഒക്കെ ആവാം. അപ്പം ഇതിനെപ്പറ്റി തിരുമേനിയുടെ കാഴ്ചപ്പാടാണ് എനിക്കറിയാനുള്ളത്. ഞാൻ യോജിക്കുന്നില്ല അവരാ ചെയ്യുന്നതിനെക്കുറിച്ച്. ഞാൻ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ ചില കാര്യങ്ങളിൽ നിയന്ത്രണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് പ്രത്യേകിച്ചും പട്ടംകുട ശുശ്രൂഷയൊന്നും ലൈവ് ചെയ്യേണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ പട്ടംകുട ലൈവ് ഇല്ല. അതുകൊണ്ട് കുറച്ചുകൊണ്ട് വരികയാണ്. അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രൈവറ്റ് ഫോട്ടോസ്, കുടുംബാംഗങ്ങളുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ്, അത് വൈദിക ഡ്രസ്സ് ഉള്ളതാണെങ്കിൽ പരസ്യപ്പെടുത്തിക്കൂ, വൈദിക ഡ്രസ്സിലല്ല എങ്കിൽ അതിടാൻ പാടില്ല എന്ന്. എല്ലാം കൂടെ ഒറ്റയടിക്ക് കയറി പറയാനൊക്കുന്നില്ല. എങ്കിലും തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. താങ്ക് യു. പഠിപ്പിക്കാനും ചിട്ടയിൽ വളർത്താനും എനിക്ക് അറിവുള്ള സൊല്യൂഷൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. ഇനി ഈ കാലഘട്ടത്തിൽ അതല്ലാതെ വേറെ ഒരു മാർഗമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിലേക്ക് വീണ്ടും പോകും. ആ സൊല്യൂഷൻ്റെ കുഴപ്പം ഞാൻ പറഞ്ഞില്ല. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. നമുക്ക് കാര്യം പറയാം. പ്രതിസന്ധിക്ക് പരിഹാരം എങ്ങനെയാണെന്ന് പരിഹാരം നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പം അല്ല, നമ്മൾ കണ്ടുപിടിക്കാമെന്ന് പറയുന്ന ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പരിഹാരം കണ്ടുപിടിക്കാൻ. ഞാൻ ഈ ഭദ്രാസന ഭരണം ഏറ്റെടുത്തപ്പോൾ, ഈ ഭദ്രാസനവും ബാംഗ്ലൂർ ഭദ്രാസനവും, എല്ലാവർക്കും പ്രശ്നം അറിയാം. പ്രശ്നമാണ് എല്ലാവരും പറയുന്നത്, സൊല്യൂഷൻ മാത്രം പറയത്തില്ല.
ഇവിടെ ഞാനൊരു സൊല്യൂഷൻ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നല്ല സൊല്യൂഷൻ കാണുമായിരിക്കും തീർച്ചയായിട്ടും. അതാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ല എങ്കിൽ പരിചയമുള്ള ഇതെങ്കിലും തിരിച്ച് ചെയ്താൽ മതി എന്നേ ഞാൻ പറയുന്നു. പിന്നെ എല്ലാം അച്ഛന്മാരിൽ കൊണ്ട് നടക്കത്തില്ല. ഇപ്പം പള്ളിയിലും സഭയിലും സമൂഹത്തിൽ എന്തു വന്നാലും അത് അച്ഛൻ്റെ പ്രശ്നമാണെന്ന് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അല്ല പറഞ്ഞേ, ഇപ്പം അച്ഛന്മാരെ കിട്ടുന്ന ഇപ്പം എൻ്റെയും പ്രശ്നം അതാ. ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ മാത്യുസ്തുതിയൻ ബാവായുമായിട്ട് കമ്പയർ ചെയ്താൽ എനിക്കതിന് പരിസരത്ത് നിൽക്കാൻ ഒക്കില്ല. കാരണം പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷ ഞാൻ അതുപോലെ ആകണമെന്ന്. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യവും ഞാൻ വളർന്നു വന്ന സാഹചര്യവും തികച്ചും വിഭിന്നമായിരുന്നുകൊണ്ട്, എന്നാൽ എൻ്റെ തലമുറയിൽ നിന്നോ ഇതിന് ശേഷം വരുന്ന ഒരു തലമുറയിൽ നിന്നോ ഒരു മാത്യുസ്തുതിയൻ ബാവ ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഉണ്ടാകാം. അതിനെ ഞാൻ എക്സെപ്ഷൻസ് എന്ന് പറയും. എക്സെപ്ഷൻസ് ഉണ്ടാകും. എല്ലാ തലമുറകളിലും എക്സെപ്ഷൻസ് ഉണ്ടാകാം. പക്ഷേ പൊതുവായി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കുറ്റമായിട്ടല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ചില പഴമകളിലേക്ക് മടങ്ങിയെങ്കിലേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സൊല്യൂഷൻ. സംസ്കാരം മാറിയാലും ഭാഷ മാറിയാലും രാജ്യം മാറിയാലും ക്രിസ്തുവിൻ്റെ പഠിപ്പിച്ച വാല്യൂസ് എല്ലായിടത്തും ഒന്നാണെന്നും അതിപ്പോഴും റെലവൻ്റ് ആണെന്നും വിശ്വസിക്കണം. പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ വാല്യൂസിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ പുതുമയ്ക്കകത്തും നമുക്കൊരു ഒരു ഒരു പ്രതിസംസ്കാരം സൃഷ്ടിച്ച് ജീവിക്കാൻ സാധിക്കും. ഞാനത് കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു പള്ളിയിലെ ചെറുപ്പക്കാരൻ, അവന് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നിന്ന് ഹയർ റാങ്കിൽ ഡിഗ്രി പാസ്സായി വെളിയിൽ വന്ന് വലിയ സാലറിയിൽ ജോലി ചെയ്തവൻ, അവൻ്റെ അപ്പാർട്ട്മെൻറ്റൊക്കെ ഞാൻ തന്നെ കൂതാശ ചെയ്ത് കൊടുത്താണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്യുകയാണ്, ഇന്ത്യയിലെ വടക്കൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ താമസിച്ച് ജനങ്ങളെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. എന്താണ് അവൻ്റെ പ്രശ്നം? അവൻ വേദപുസ്തകം മുഴുവൻ കുത്തിയിരുന്ന് വായിച്ചു, സുവിശേഷവും വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വാല്യൂ ഉണർന്നു. ഇതല്ല, എനിക്കിതും ചെയ്യണം. അപ്പോൾ അവന് അമേരിക്കയിൽ ജനിച്ചു വളർന്ന, നമ്മൾ പുതിയ സംസ്കാരത്തെയും പുതുമയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യാസം ഞാൻ കണ്ടു. അവൻ ഓശാന ഞായറാഴ്ച പള്ളിക്കകത്ത് കയറിയാൽ ഉയർപ്പ് കഴിഞ്ഞേ വെളിയിൽ ഇറങ്ങത്തുള്ളൂ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന 2 ക്യാരറ്റും 2 പഴവും ആണ് ഒരാഴ്ചയിലെ ആഹാരം. അപ്പോൾ ഞാൻ പറയുന്നത്, പുതുമയാണോ പ്രശ്നം? സംസ്കാരമാണോ പ്രശ്നം? സ്മാർട്ട് ഫോണാണോ പ്രശ്നം? വാല്യൂസ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ടീച്ചിങ്സ് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമെന്നാണ് എൻ്റെ വിചാരം. യേശുക്രിസ്തു ആരാണ് എന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ ഒരു ക്രിസ്ത്യൻ വാല്യൂസ് കീപ്പ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് ഞാൻ പറയുന്നു, അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ചൈനയിലായാലും എവിടെയും സാധിക്കും. ആ ടീച്ചിങ്സ് പഠിക്കണം, ആ വാല്യൂസ് പഠിക്കണം. ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഇനി പഠിക്കാനും ഒക്കത്തില്ല, ജീവിക്കാനും ഒക്കില്ല. ഇപ്പോൾ എനിക്ക് ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റമുണ്ട്. കുർബാനയ്ക്ക് മുമ്പ് നീ ഒരുങ്ങണം, പള്ളിയിൽ വന്നാൽ പൂർണ്ണമായും ആരാധനയിൽ സംബന്ധിക്കണം. അതൊരു ഒരു സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുർബാനയ്ക്ക് വരുമ്പോഴും നിനക്ക് പള്ളിയിലിരുന്ന് മൊബൈൽ നോക്കാമെന്ന് പഠിപ്പിക്കാൻ ഒക്കുമോ നമുക്ക്? അതിനെ അംഗീകരിക്കാൻ ഒക്കത്തില്ല. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴും നിനക്ക് സ്മാർട്ട് ഫോൺ കളിച്ചുകൊണ്ടിരിക്കാൻ ഒക്കില്ല. അപ്പോൾ ഇതിനകത്തുനിന്നൊരു ഉപവാസം നിശ്ചയിക്കാൻ സാധിക്കത്തില്ലേ?
അപ്പോൾ ഇതെല്ലാം കയ്യിലിരിക്കുമ്പോഴും നമുക്ക് ചില വാല്യൂസും സിസ്റ്റംസും ഉണ്ടാകാം എന്നാണ് എൻ്റെ വിചാരം. അപ്പനും അമ്മയും ഇല്ല എങ്കിൽ പോലും, അപ്പനും അമ്മയും ജോലിയായിരുന്നെങ്കിൽ പോലും ഒന്ന് വർത്തമാനം പറയാൻ ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. വല്യപ്പൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ചോദിച്ച വളരെ നിസ്സാരമായ ചോദ്യങ്ങൾ, ഇതിനെല്ലാം വല്യപ്പൻ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഇല എന്താ പച്ചിച്ചിരിക്കുന്നത്, ഈ ഇല എന്താ മഞ്ഞിച്ചിരിക്കുന്നത്, ആ കാക്ക എന്തിനാ അങ്ങനെ പറക്കുന്നത്. വല്യപ്പനോട് നിരന്തരം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വല്യപ്പൻ നിരന്തരം നമ്മളോട് കഥകൾ പറയുകയാണ്. സ്മാർട്ട് ഫോണിൻ്റെ സ്ഥാനത്ത് കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മളെല്ലാവരും. എന്ന് വീട്ടിൽ കഥ പറച്ചിൽ നിർത്തിയോ അന്ന് തുടങ്ങിയ പരാജയമാണിതെന്ന് ഞാൻ പറയും. സ്റ്റോറി ടെല്ലിങ്, കഥ പറച്ചിൽ എന്ന് കുടുംബത്തിൽ നിന്ന്, കാരണം സമയമില്ല, പറയാൻ ആളില്ല. അതിന് പകരം നമ്മൾ വെച്ചു കൊടുത്തതാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഇനി ആരാധനാ കാര്യവും അതുപോലെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ആരാണ് പുസ്തകത്തിൽ നോക്കി പ്രാർത്ഥനകൾ പഠിച്ചത്? അല്ലുണ്ടോ? ഇതെല്ലാം കേട്ട് പഠിച്ചതല്ലേ? എനിക്ക് തോന്നുന്നില്ല കൗമായും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ മോറാനേശ് മിശിയ കരുണ നിറഞ്ഞ നിൻ്റെ വാതിൽ നിങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു, വിശ്വാസ പ്രമാണം, ഇതൊക്കെ പുസ്തകത്തിൽ നോക്കി ആര് പഠിച്ചു? ഇതെല്ലാം വീട്ടിൽ കേട്ടങ്ങ് പഠിക്കുകയല്ലേ. അത് വല്യപ്പൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പരിപാടി ആരംഭിക്കും. പകുതി ഉറങ്ങിയും ഉറങ്ങാതെയൊക്കെ നമ്മൾ കൂടെ ഇരുന്ന് ഇത് കേട്ട് വൈകിട്ടിരുന്ന് അതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞാൻ വീണ്ടും പറയുന്നു, തിരിച്ചു പിടിക്കാൻ എല്ലാ പഴയ കാര്യങ്ങളും അഴുക്കല്ല. തിരിച്ചു പിടിക്കാൻ ചില പഴമയിലേക്ക് യാത്ര ചെയ്തേ പറ്റുകയുള്ളൂ. എല്ലാം മോഡേണായ പ്രശ്നമാണ്. നല്ല ചില പഴയ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. അങ്ങനെ ഉള്ള ചില മടങ്ങിപ്പോക്കുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബം എന്ന് പറയുന്നത്. അതിന് ഇപ്പോഴത്തെ പ്രശ്നം അതിപ്പം കഴിഞ്ഞ ഒരിടത്ത് പ്രസംഗിച്ചത് ആരാണ്ട് വീഡിയോയിലൊക്കെ ഇറക്കി എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്നെല്ലാവർക്കും വീട് മതിയല്ലോ, കുടുംബം വേണ്ടല്ലോ. എല്ലാവർക്കും നല്ല വീടുണ്ട്. പണ്ട് വീടില്ലായിരുന്നു, പക്ഷെ നല്ല കുടുംബം ഉണ്ടായിരുന്നു. ഇന്നെല്ലാവർക്കും വലിയ വീടുണ്ട്, കുടുംബമില്ലാതായി പോകും. അതുകൊണ്ട് കുടുംബത്തിലേക്ക് മടങ്ങുക. വീടെന്ന് പറയുന്നത് കുടുംബത്തിന് താമസിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. ഒരു വീട് വെച്ചാൽ ആ വീട് എത്ര നാൾ അവിടെ നിൽക്കുമല്ലേ? വീട് വെക്കുന്നവൻ സമയമാകുമ്പോൾ പെട്ടിയിലായി പള്ളി വന്നങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഇതൊന്നും കുറ്റമല്ല കേട്ടോ, ഇതൊക്കെ ലോകത്തിലെല്ലായിടത്തും നടന്ന ഒന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വളരെ പെട്ടെന്ന് വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നതാണ്. ഞാൻ പോയി പഠിച്ച സംസ്കാരത്തിലും രാജ്യത്തും വിസിറ്റ് ചെയ്ത രാജ്യങ്ങളിലുമൊക്കെ സംഭവിച്ചത് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ മുറിയിലോ വീട്ടിലോ ഒക്കെ ജീവിതം ആരംഭിച്ചവർ ഒരല്പം സാമ്പത്തികമൊക്കെ ആയപ്പോൾ കുറച്ചുകൂടെ നല്ല 2 മുറിയുള്ള ഡ്യൂപ്ലക്സിലേക്ക് മാറി. കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടായപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. പിന്നെ ഒരു 5 ബെഡ്റൂമുള്ള ഒരു വീട് വാങ്ങിച്ചു. വളരെ വിശാലമായ മുറ്റവും വളരെ വിശാലമായ വീടും. തിരികെ ഞാൻ ഈ നാടുകളിലേക്ക് ഇപ്പോൾ ഇത്ര തിരിച്ച് ഇന്ത്യയിൽ വന്നു, തിരികെ ഈ നാടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഈ 5 ബെഡ്റൂമുള്ളത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ പറയുന്നത് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്നൊക്കെ പറയാറില്ലേ. മക്കളൊക്കെ പറന്നുപോയി പഠിക്കുവാനും ജോലിക്കും. പിന്നെ ഈ വലിയ വീടുകൾ എന്തിനാണ്? ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് വിറ്റിട്ട് വീണ്ടും തിരികെ അപ്പാർട്ട്മെൻറ്റിലേക്കും ഡ്യൂപ്ലക്സിലേക്കും താമസം മാറി. ഇത് നമ്മുടെ നാട്ടിൽ ആരംഭിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? നമ്മുടെ വീടുകളിലും നമുക്ക് ചാണകം മെഴിയ തറയായിരുന്നതുകൊണ്ടും ഓലപ്പുരയായിരുന്നതുകൊണ്ടും നമ്മുടെ സ്വപ്നങ്ങളിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ നാട്ടിൽ നല്ലൊരു വീട് വെച്ച് താമസിക്കണമെന്നുള്ളത്. അതിന് ദൈവമൊക്കെ അനുവദിച്ചു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെച്ച വീട്ടിൽ താമസിക്കാൻ ആളില്ല എന്നുള്ളത്. ഇതിവിടുത്തെ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ വന്നെന്ന് ഉള്ളതേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലയെക്കുറിച്ച്
ഏതാനും മാസങ്ങൾ മുമ്പ് ഏഷ്യാനെറ്റിൽ പ്രത്യേകമായ ഒരു ചർച്ചയുണ്ടായിരുന്നു. വൃദ്ധരുടെ നാട്, വൃദ്ധരുടെ ജില്ല. എല്ലായിടത്തും പ്രായമുള്ളവർ മാത്രമാണ്, കുട്ടികളെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് എന്താണ് ഇമ്പോർട്ടൻ്റ്? ഇവിടെ കേൾക്കുന്ന എനിക്ക് തോന്നുന്നു അധികം ഇവരുടെ ഏജിലുള്ളവരൊന്നും അധികം പേര് കേൾക്കുന്നില്ലെന്നാണ് എൻ്റെ വിചാരം. ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കൃത്യമായി കൈ കിട്ടുന്നതും ഉമ്മ വെക്കാനും സംസാരിക്കാനും കളിക്കാനും കിട്ടുന്നത് അവർ 12ാം ക്ലാസ് കഴിയുന്നിടം വരെ ഉള്ളൂ എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. 12ാം ക്ലാസ് കഴിയുമ്പോൾ നേരെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എപ്പോഴും അവരെ സ്ക്രീനിലേ കാണാൻ സാധിക്കുകയുള്ളൂ, സ്ക്രീനിലേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു റിയാലിറ്റിയോടെ പറയാം, അതും നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് എൻ്റെ വിചാരം. പണ്ട് ഇന്ത്യക്ക് വെളിയിലൊരിട്ട് പോയാൽ അവിടെ കിടന്ന് മരിച്ചാൽ ബോഡി ഇവിടെ കൊണ്ടുവന്ന് അടക്കാനെങ്കിലും വരുമായിരുന്നു. ഈ അടുത്ത സമയത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, ഭാര്യയും ഭർത്താവും കൂടെ നാട്ടിൽ വന്നു, അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഇവിടെ വന്ന് പുള്ളിക്കാരി അസുഖം കൂടി ഇവിടെ മരിച്ചു. ബോഡി അമേരിക്കയിൽ കൊണ്ടുപോയി അടക്കി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫിലോസഫി ഓഫ് ലൈഫിനെ കുറിച്ച് കുറേ കൂടെ ആഴമായിട്ട് ചിന്തിക്കണമെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ കുടുംബത്തിലേക്ക് മടങ്ങുക, അതൊരു പഴമയാണെങ്കിൽ പഴമ, ആ സംവിധാനത്തിലേക്ക് മടങ്ങുക. അവിടെ പ്രാർത്ഥന പഠിപ്പിക്കാനായാലും ആരാധന പഠിപ്പിക്കാനായാലും ഒക്കെ ഉള്ളത്. അത് എന്നെ കേൾക്കുന്ന കുട്ടികളോട് ഞാൻ പറയുകയാണ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്, ഒന്നുകൂടെ പറയുകയാണ്. മാത്തൂർ എന്ന് പറയുന്ന സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് മാത്തൂർ ഗവൺമെൻറ് UP സ്കൂളിൽ പഠിച്ച ഞാൻ അമേരിക്കയിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. പക്ഷേ 10ാം ക്ലാസ് പരീക്ഷ വന്നപ്പോഴും 12ാം ക്ലാസ് പരീക്ഷ വന്നപ്പോഴും ഒരിക്കൽ പോലും ഞായറാഴ്ച പള്ളി സ്കിപ്പ് ചെയ്യുകയോ സൺഡേ സ്കൂള് സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാതെ പഠിച്ച ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ പോയാൽ സമയം പോകും, പഠിക്കാനൊക്കെയില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല, ഒരു വലിയ മണ്ടത്തരമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ എങ്ങനെയാണ് ആരാധന പഠിപ്പിക്കുന്നത്? പിന്നെ സൺഡേ സ്കൂൾ, 3 മണിക്കൂർ സൺഡേ സ്കൂൾ പഠിച്ച ഒരാളാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ പഠിച്ചപ്പോൾ. കുർബാന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് 1:30 മുതൽ 2 വരെ ആരാധന ഗീത പരിശീലനം. ഓരോ പാട്ടിൻ്റെയും ഓരോ വാക്കും പറഞ്ഞു തന്ന് പഠിപ്പിച്ചതാണ്. ഞാൻ കൊയറംഗങ്ങളോടൊക്കെ ചോദിച്ചു, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവനകൻ അർത്ഥമൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പം എല്ലാ ആഴ്ചയും വന്ന് പാടുന്നുണ്ട്. നമ്മളിത് പഠിപ്പിച്ചു. 1:30 മുതൽ 2 മണി വരെ ആരാധനാ ഗീത വിശകലനം, 2 മുതൽ 4 വരെ 2 സൺഡേ സ്കൂളിൻ്റെ 2 ക്ലാസ്സുകൾ, 4 മുതൽ 4:30 വരെ ബാലസമാജം. അങ്ങനെ 3 മണിക്കൂർ എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂൾ പഠിപ്പിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കുട്ടികൾ 3/4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ പഠിക്കൂ? പഠിക്കില്ല. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഒരു കാരണവശാലും സ്കൂളിലെ പുസ്തകത്തിൽ തൊടാൻ സമ്മതിക്കാതെ സൺഡേ സ്കൂളിലേത് മാത്രവും പഠിക്കണമെന്ന് ശാഠ്യമുണ്ടായിരുന്ന ഒരു വീട്. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ ഈ ടീച്ചേഴ്സിനോടൊക്കെ, CBSEയുടെ കാര്യം എനിക്കറിയത്തില്ല, ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ ഒക്കെ പറയുന്നത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും 99% എണ്ണത്തിനെ ജയിപ്പിക്കണമെന്നുള്ളത് നിർബന്ധമാണെന്നാണ്. ഇത്രയും ഉച്ചകുത്തി നിന്ന് പഠിക്കണോ? പഠിച്ചോണേ, പക്ഷെ അങ്ങ് ഉച്ചകുത്തി നിന്ന് പഠിക്കുക. ഒറ്റ കാര്യം മാത്രമേ പിള്ളേരോട് പറയുന്നുള്ളൂ, പഠിക്കുക പഠിക്കുക പഠിക്കുക. ഇതല്ല വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? പഠിക്കുന്നിടത്തു നിന്ന് 10 ചുവട്ടടി അങ്ങേപ്പുറത്താണ് കുടിവെള്ളം വെച്ചിരിക്കുന്നത്. അമ്മേ വെള്ളം, അമ്മ പഞ്ചപുച്ച വടക്കി വെള്ളം കൊണ്ടുവരും. എങ്ങനെ ശരിയാകുന്നേ? പേരൻറ്റിങ് എന്ന് പറയുന്ന പ്രൊവൈഡിങ് ആയിട്ട് മാറി.
എക്യുപ്പിംഗ് അല്ല. എൻ്റെ ഓർമ്മയിൽ എനിക്ക് 8ാം ക്ലാസ് മുതൽ ഓമല്ലൂർ ചന്തയിൽ പോയി പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു 8ാം ക്ലാസ് മുതൽ. പിന്നെന്താ ചെയ്യുക? എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവിടെ ഞാനുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടികളെല്ലാം ഇപ്പം വലിയ പിള്ളേരായി, ചിലർ കല്യാണം കഴിക്കാൻ തുടങ്ങി. അവർ ഈ വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് ആ പള്ളിയിൽ വന്നിട്ട് നമ്മൾ ചൊല്ലിയ ശീമ നമസ്കാരം ഇംഗ്ലീഷിൽ ചൊല്ലും. നല്ല ഭംഗിയായിട്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കും, കുമ്പിടും ഈ പിള്ളേരെല്ലാം. കഴിഞ്ഞ കഷ്ടാനുവാഴ്ച, ഇതല്ല അതിനു മുമ്പിലത്തെ കഷ്ടാനുവാഴ്ച, ഞാൻ കാനഡയിലായിരുന്നു. കാനഡയിൽ അവർ ഒരു ക്രമീകരണം ചെയ്തു. ഇംഗ്ലീഷിലും മലയാളത്തിലും മംഗ്ലീഷിലുമായിട്ട് ഒരേ പേജിൽ അടിച്ചു കൊടുത്തു. ഒന്നിടവിട്ട സ്റ്റാൻസ ഇംഗ്ലീഷും മലയാളവും മാറി മാറി ചൊല്ലി. എന്നെ അത്ഭുതപ്പെടുത്തി. മലയാളത്തേക്കാൾ കൂടുതൽ സൗണ്ട് ഇംഗ്ലീഷ് ചൊല്ലിയപ്പോഴാണ് ഉണ്ടായത്. അവിടുത്തെ പിള്ളേരിത് ചൊല്ലും. അപ്പോൾ ആരാധനയിൽ എന്താണെന്ന് ചോദിച്ചാൽ അവരത് മനസ്സിലാക്കിയത് എന്താണെന്ന്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സമയവും അതുപോലെ തന്നെ ഭാഷയും ഒന്നും ഒരു വിഷയമല്ലാതായി വരും. നമ്മൾ ആ ലെവലിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാനഡയിലെ ആ പള്ളിയിൽ ഞങ്ങളുടെ കുട്ടികളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്, അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ ഇംഗ്ലീഷിൽ നിങ്ങൾ ചൊല്ലിക്കുമോ എന്ന് പറയാനൊരു മനസ്സ് വേണ്ടേ? ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ആ മനസ്സ് കാണിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രയോ കാര്യങ്ങളിൽ നമ്മൾ വ്യത്യാസം വരുത്താനായിട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ജീവിത രീതിയിലെല്ലാം വ്യത്യാസം വരുത്തും. പള്ളിയിലെ കാര്യം വരുന്ന ഉടനെ ഈ പറയുന്നത് പോലെയാണ്. ഞാൻ പറയും, വിശ്വാസം വിടരുത്, മെത്തഡോളജി മാറ്റാം. വിശ്വാസം മാറ്റാനൊക്കത്തില്ല, അതിൻ്റെ മെത്തഡോളജി മാറ്റാം. അതിൻ്റെ ടൈമും ഇപ്പം മാറ്റാനായിട്ട് നമ്മൾ നിർബന്ധിതരായി. എന്നെ ഒത്തിരി ഈ പ്രാവശ്യം ആ ടൈം മാറ്റിയത് കൊണ്ട് കുറേ പേര് വിമർശിച്ചു. പക്ഷേ കുറേ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. എനിക്കതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ രാവിലെ ഈ പക്ഷികൾ കരയുന്നത് കേൾക്കാറുണ്ടോ? മഴ പെയ്യുമ്പോൾ മഴയത്ത് ചാടാറുണ്ടോ? ഇതൊക്കെ നമുക്ക് വേണേൽ പഴമയെന്ന് പറയാം. ഞാൻ ഇന്നലെ കൊക്കാത്തോട് പള്ളിയിലാണ് പോയത്. കൊക്കാത്തോട് പള്ളിയിൽ നമ്മൾ ആ വനമേഖലയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന്, അപ്പോൾ നമ്മൾ കാറിൽ ഗ്ലാസ്സൊക്കെ ഇട്ടല്ലേ പോകുന്നത്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ട് ആ ഗ്ലാസ് താക്കാൻ പറഞ്ഞു. പോയ വഴി മുഴുവൻ പക്ഷികളുടെ കലപില ശബ്ദം കേട്ടാണ് പോയത്. ആ വായു ശ്വസിച്ചാണ് പോയത്. പണ്ട് മഴ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാടുമായിരുന്നല്ലോ. ഇപ്പം ചാടാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പുതുമയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഇത്തരത്തിലുള്ള, ഞാനതുകൊണ്ട് മുമ്പേ ചോദിച്ചേ, ഒരു കുഞ്ഞിൻ്റെയും മുട്ടയിലൊരു പാടില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാം മുറിവും അത് ഉണങ്ങിയ പാടും. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഞാനൊരിക്കലും ആധുനികതയ്ക്ക് എതിരുള്ള ഒരാളല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ. നമുക്ക് റെലവൻ്റ് ആകാതെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ അവിടെയെല്ലാം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഇത് ചെയ്യുമ്പോൾ നിത്യജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ളത് ചോദിച്ചോണം. ഇങ്ങനെ ജീവിക്കുമ്പോൾ നിത്യജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം. അതുപോലെ തന്നെയാണ് എല്ലാം കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും പ്രശ്നമാണ്. എല്ലാ തലമുറയിലും പറയുന്ന വിഷയമല്ലേ. എല്ലാ തലമുറയിലെയും പ്രായമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണക്കാർ ഇവരാണെന്ന്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്, മറ്റൊരു മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാതെയും ജീവിക്കാനൊക്കത്തില്ല. ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ജീവിക്കാനൊക്കൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കാണ് ഞാനതിനെ വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. ഇതിനൊരു ഡിസിപ്ലിൻ ഉണ്ടാകും. അതിനെ ഡിസിപ്ലിൻ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ സൂത്താറ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ തുറക്കപ്പെട്ട അവയവങ്ങളുടെ വാതിലുകൾക്ക് കാവൽക്കാരെ നിശ്ചയിക്കണമേ. അതൊരു ഡിസിപ്ലിനാണ്. എൻ്റെ കണ്ണിനൊരു കാവൽക്കാരൻ, കാതിനൊരു കാവൽക്കാരൻ, എൻ്റെ വായ്ക്കൊരു കാവൽക്കാരൻ.
അതൊരു ഡിസിപ്ലിനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പഞ്ചേന്ദ്രിയങ്ങളും ഇത് സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിന് നമ്മൾ ആത്മബലത്തിൽ കൊടുക്കുന്ന ഒരു നിയന്ത്രണം, ഒരു ഡിസിപ്ലിൻ അത് സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് നോക്കി ആ ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ടത്? അവിടെയാണ് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ വാല്യൂ, ക്രിസ്തുവിൻ്റെ ടീച്ചിങ് അനുസരിച്ച് വേണം ആ ഡിസിപ്ലിനിൽ നമ്മൾ നിൽക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ സഭ പറയുന്നില്ലല്ലോ നിങ്ങളെല്ലാ ദിവസവും നോമ്പ് നോക്കിക്കോളാൻ പറയുന്നുണ്ടോ? തിങ്കളാഴ്ചയൊക്കെ നല്ല പോലെ കഴിക്കാനല്ലേ പറയുന്നത്? തിങ്കളും ചൊവ്വയും നല്ലപോലെ കഴിക്കുക. പക്ഷേ ബുധനാഴ്ച എന്താ വേണം? ബുധനാഴ്ച വെള്ളിയാഴ്ച നിങ്ങൾ ഉപവസിക്കണം. 50 ദിവസം നിങ്ങൾ നല്ലപോലെ നോമ്പ് നോക്കണം. അടുത്ത 50 ദിവസം നിങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നല്ല ബാലൻസിങ് നമ്മുടെ ആരാധനാ സംവിധാനത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെ സ്പിരിച്വൽ സിസ്റ്റത്തിൽ അതുണ്ട്. അതല്ലാതെ ഇതെല്ലാം വേണ്ട, ഇതെല്ലാം പാപമാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സ് ഉണ്ടല്ലോ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക്. എനിക്ക് കാണാതെ എങ്ങനെ ഇതിങ്ങനെ എപ്പോഴും കണ്ണടച്ച് പിടിച്ച് ജീവിക്കാനൊക്കൂ? എപ്പോഴും ചെവി പൊത്തി ജീവിക്കാനായിട്ടൊക്കൂ? പക്ഷേ എന്ത് കാണണം, എപ്പോൾ കാണണം എന്നുള്ളത് എൻ്റെ വാല്യൂ സിസ്റ്റമാണ് നിശ്ചയിക്കേണ്ടത്. അത് ഒരു പരസ്യമല്ല നിശ്ചയിക്കേണ്ടത്, അത് വേറൊരാൾ പറഞ്ഞ് നിശ്ചയിക്കേണ്ടതല്ല. പിന്നെയോ അത് ഈ പറയുന്ന ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് അനുസരിച്ച് നിശ്ചയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു സൊല്യൂഷനായിട്ട് ഇപ്പോൾ തോന്നിയത്.